എങ്ങനെയും 21 മുഖ രുദ്രാക്ഷം നമുക്ക് എങ്ങനെ മേടിക്കാൻ നോക്കിയാലും ഒരു കോടി രൂപ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് വില വരും. നമുക്ക് സാമാന്യേന രുദ്രാക്ഷങ്ങൾ ഏത് രുദ്രാക്ഷത്തിനും പകരമായിട്ടാണ് നമ്മൾ 5 മുഖ രുദ്രാക്ഷത്തിൻ്റെ ധരിക്കണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അയാളുടെ ഓറയുടെ വെളിയിൽ നിൽക്കുന്നതും ഇനിയും എക്സ്പാൻഡഡ് ആയിട്ടുള്ളതും ഒരു 24 mm ഒക്കെ ഉള്ള സാധനത്തിന് ഒരു 8-10 അടിക്ക് മുകളിൽ നമുക്ക് എനർജി കാണാൻ പറ്റും, ഓറ കാണാൻ പറ്റും. 30 mm സൈസിലുള്ള ഒരു രുദ്രാക്ഷത്തിൻ്റെ 12 മുഖത്തിൻ്റെ ഓറ നോക്കി പോകുമ്പോൾ നമുക്കൊരു 20-25 അടിയൊക്കെ ഓറ കിട്ടും. 2 തൊട്ട് 14 വരെയും ഗൗരീശങ്കരവും ഗണേശമുഖിയും ചേർന്നതിനാണ് നമ്മൾ സിദ്ധമാല എന്ന് പറയുന്നത്. സിദ്ധമാല ധരിക്കാൻ കഴിവുള്ള ആൾക്കാർ അത് ധരിക്കട്ടെ. ഒരു ജപസാധന ചെയ്യുന്ന ആൾ ഒരു പർട്ടിക്കുലർ മുഖമുള്ള രുദ്രാക്ഷം നല്ല നോക്കി തന്നെ രുദ്രാക്ഷം ധരിക്കണം എന്ന് തന്നെയാണോ പറയുന്നത്? അതോ ഏതെങ്കിലും ഒരു രുദ്രാക്ഷത്തിന് ഈ ഒരു മണി ഈ സാധന, അതായത് ഭൗതികമായിട്ടുള്ള കാര്യമല്ല, ആധ്യാത്മിക രംഗത്ത് പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്ന് ഈ രുദ്രാക്ഷങ്ങളിലുണ്ടോ? നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ കൊടുത്തു വന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ നമുക്ക് 11 മുഖ രുദ്രാക്ഷം ധരിപ്പിച്ചിട്ടാണ് ആളുകൾക്ക് ആ തരത്തിലുള്ള ശ്രേയസ് ഉണ്ടായത്. അവരുടെ സാധന വർദ്ധിച്ചതായിട്ട് നമുക്ക് കണ്ടു. രാജേഷിന് തന്നെ നമുക്ക് അനുഭവമുണ്ട്. 11 മുഖത്തിലാണ് നമ്മൾ ആരംഭിച്ചത്. അത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. നമ്മൾ തുടങ്ങിയ കാലത്താണത്. അത് നമുക്ക് ഉത്തമമായിട്ടുള്ള ഒരു മാർഗദർശിയായിരുന്നു ആ അനുഭവം. എവിടെ നിന്നൊക്കെയോ നമുക്ക് പലതരം വിദ്യകൾ വന്ന് ചേർന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് ഞാനും 11 മുഖം ധരിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെയല്ല വന്നത്, എൻ്റെ രീതിയിലല്ല, രാജേഷിൻ്റെ രീതിയിൽ വന്നത്. പക്ഷേ നമ്മൾ 11 മുഖം കൊണ്ട് ഒരുപാട് പേർക്ക് സാധനയിൽ പുരോഗതി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും. റേക്കിയെ അങ്ങനെ തന്നെ പറയാറുണ്ട്. ഒപ്പം കണക്ട് ചെയ്ത് പറയാൻ നമ്മൾ എനർജി ഹീലിംഗ് ആണ് മിക്കവാറും ഉദ്ദേശിച്ചത്. റേക്കിയിൽ വന്നു കഴിഞ്ഞാൽ അനേക വിദ്യകളിലേക്ക് അവർക്ക് ഉടനെ മാറ്റം വരും. അവർക്ക് അതിലേക്ക് പ്രവേശനം കിട്ടും. ഒരു റേക്കി പഠിച്ചു കൊണ്ട് മാത്രം അവർക്ക് പലതരം വിദ്യകൾ അവരിലേക്ക് ഓടി വന്നെത്തുന്നതായിട്ട് കാണാൻ പറ്റും. ശ്രീവിദ്യയുടെ തുടങ്ങുന്ന സമയത്തും ആളുകൾക്ക് അങ്ങനെ ഒരു നിയോഗം ഉണ്ടാവാറുണ്ട്. ശ്രീവിദ്യ തുടങ്ങിയ അതിനൊപ്പം പലതരം വിദ്യകൾ അവരിലേക്ക് വന്നിറങ്ങണമായിട്ട് കാണാൻ പറ്റും. അപ്പം രത്നങ്ങളിൽ നവരത്നങ്ങളെയാണ് ഒരു കോമ്പിനേഷനായിട്ട് കണക്കാക്കാറ്. 9 രത്നങ്ങളും 1 ക്യാരറ്റിന് മുകളിൽ വെയിറ്റ് ഉള്ളത് ധരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മൊത്തത്തിലുള്ള ഫലങ്ങളെ ബാലൻസ് ചെയ്യുമെന്ന് പറയാറുണ്ട്. അത്തരത്തിൽ പറയുമ്പോൾ രുദ്രാക്ഷങ്ങളിൽ ഏതൊക്കെ രുദ്രാക്ഷങ്ങളാണ് ഒരാൾ ധരിക്കേണ്ടത്? നമ്മളോട് പറഞ്ഞേക്കണത് എല്ലാ കിട്ടാവുന്ന രുദ്രാക്ഷങ്ങളും ധരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ 1 മുഖം മുതൽ 38 മുഖം വരെ രുദ്രാക്ഷങ്ങൾ ഉണ്ടെന്നാണല്ലോ പുസ്തകത്തിലുള്ളത്. അതിൽ 38 ഒന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. 22 വരെ ഉള്ളത് റെഗുലറായിട്ട് കിട്ടുന്ന അനുഭവമുണ്ട്. ഏകമുഖം ഇല്ല. 2 മുതൽ 22 വരെ ഉള്ളത് നമുക്ക് റെഗുലറായിട്ട് കിട്ടുന്നത്. അതിൽ 21, 20, 22 വളരെ റെയറാണ്. 21 ഏറ്റവും റെയറായിട്ട് വരിക. എങ്ങനെയും 21 മുഖ രുദ്രാക്ഷം നമുക്ക് എങ്ങനെ മേടിക്കാൻ നോക്കിയാലും ഒരു കോടി രൂപ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് വില വരും. അതുകൊണ്ട് എല്ലാവർക്കും പ്രാപ്യമല്ല. 5 വർഷത്തിലൊരിക്കലൊക്കെ നമുക്കൊരു 2-3 നല്ല പീസുകൾ നമുക്ക് ഒരാൾക്ക് എടുത്ത് കൊടുത്തു, ഇത് നല്ലതാട്ടോ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയാൻ പാകത്തിന് നമുക്കൊരു തൃപ്തി വേണ്ടേ. അങ്ങനെ കൊടുക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 കൊല്ലം കൊണ്ട് ഇടയ്ക്കൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഞാനും. എനിക്ക് പലപ്പോഴും കയ്യിലെടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനോട് പാകത്തിനുള്ള ആളുകളൊന്നും കേരളത്തിൽ അതിനൊന്നും വേണ്ട ആൾക്കാരില്ല, അതിൻ്റെ ആവശ്യവുമില്ല ഇവിടെ. അത് വല്ല മഹാമണ്ഡലേശ്വരന്മാർക്കൊക്കെ കുംഭമേള സമയത്ത് കച്ചവടത്തിന് പോകുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് സാമാന്യേന രുദ്രാക്ഷങ്ങൾ ഏത് രുദ്രാക്ഷത്തിനും പകരമായിട്ടാണ് നമ്മൾ 5 മുഖ രുദ്രാക്ഷത്തിൻ്റെ ധരിക്കണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏത് ജ്യോത്സ്യനും ജ്യോത്സ്യനോട് ചോദിക്കുന്ന ആരോടും ജ്യോത്സ്യന്മാരും പൂജാരിമാരും ഒക്കെ എപ്പോഴും പറയാറ് നിങ്ങൾക്കൊക്കെ പഞ്ചമുഖം ധരിക്കാം. ഒരർത്ഥവും അടിസ്ഥാനവും ഇല്ലാത്ത വർത്തമാനമാണ്. നിങ്ങൾക്കെന്ന് പറഞ്ഞിട്ടൊരു അധമൻ ഇവിടെ ഇല്ല. എല്ലാവർക്കും പഞ്ചമുഖം ധരിക്കാം, എല്ലാവർക്കും ഏത് മുഖവും ധരിക്കാം. പഞ്ചമുഖമാണ് ധരിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ പക്ഷെ അവർ മാല പോലെ ആക്കി ധരിക്കണം. ഞാൻ ചോദിച്ചത് മാലയുടെ കാര്യമാണ്. അതായത് നമ്മളൊരു മാല, ഒരാളൊരു മാല ധരിക്കുന്നു, രുദ്രാക്ഷത്തിൻ്റെ മാല ധരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഭുക്തിയും മുക്തിയും രണ്ടിനും പറ്റുന്ന ഒരു മാല എന്ന് പറയുന്നത് ഏതാണ്? ഏതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? എല്ലാ രുദ്രാക്ഷത്തിൽ നിന്നും ഏത് രുദ്രാക്ഷത്തിൽ നിന്നും ഈ ഭുക്തിയും മുക്തിയും തന്നെയാണ് കിട്ടേണ്ടത്. ഒരു സംശയവും അതിൽ വേണ്ട. ഏത് രുദ്രാക്ഷം ധരിച്ചാലും അയാളുടെ ഉള്ളിലെ പ്രാണശക്തി പ്രവർത്തിക്കുക ചെയ്യണേ. അത് അയാൾക്ക് പാകത്തിനായിട്ട് പ്രാണശക്തി പ്രവർത്തിക്കുന്നു. ഇപ്പം നമ്മൾ കോസ്മോക്കിയോ രുദ്രാക്ഷത്തിൻ്റെ പ്രചാരണം ചെയ്യുന്ന ആളുകളൊക്കെ നിൽക്കുന്ന ഒരു തലം എന്ന് പറഞ്ഞാൽ
ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവർക്ക് ഉടൻ റിസൾട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അവർക്ക് ആധ്യാത്മിക പ്രശ്നങ്ങളൊന്നും അല്ല, ജീവിതത്തിലെ നിത്യ നരകത്തിൽ കിടക്കുന്ന ആൾക്കാരാണ് നമ്മളെ തേടി വരണത്. അവർക്ക് അതാത് പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കൊടുക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ സെലക്ഷനൊക്കെ, നമ്മുടെ ഇൻഡ്യൂഷനും നമ്മൾ അയാളെ പഠിക്കട്ടെ, നിങ്ങൾ ആരാ, എന്താ, നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ പറയൂ എന്നൊക്കെ രീതിയിൽ നമ്മൾ അവരെ വെച്ച് വിശകലനം ചെയ്ത് പഠിച്ച് അവർക്കൊരു നിർദ്ദേശം, ഏറ്റവും കുറഞ്ഞ നിർദ്ദേശം കൊടുക്കേണ്ടി വരുന്നത്. മറിച്ച് ഇത് എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്, എല്ലാവരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏത് രുദ്രാക്ഷം ധരിച്ചാലും ഈ മുക്തിയും തന്നെ ലഭിച്ചുകൊണ്ടേയിരിക്കും. പ്രതിസന്ധി ഇല്ലാത്ത ആളുകളെ കുറിച്ചിട്ട് അങ്ങനെ അല്ല, അപ്പോൾ മറ്റുള്ള മുഖങ്ങൾ ധരിക്കുന്നതിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിനകത്തൊരു കോൺട്രവേഴ്സി വരും. ഇപ്പം എല്ലാത്തിനും 5 മുഖം ധരിച്ചാൽ പോരെ? മതി, ഒരെണ്ണം പോരാ, മാല ധരിക്കണം. അവർ മാല ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 മുഖ രുദ്രാക്ഷത്തിന് ഈക്വലായിരിക്കും ഒരു 5 മുഖത്തിൻ്റെ 30 എണ്ണമുള്ള മാല പോരെ. അത്ര. അപ്പോൾ വലിയൊരു മാല ധരിക്കാൻ സാധിക്കില്ലെങ്കിൽ 12 രുദ്രാക്ഷം ഒരെണ്ണം ധരിക്കുക. ഇനി എല്ലാ രുദ്രാക്ഷങ്ങളും വേണമെന്നുള്ളവർ 2 തൊട്ട് 12 വരെയുള്ള 14 വരെയുള്ള അവസരമുണ്ട്. ഗൗരീശങ്കരവും ഗണേശമുഖിയും ചേർന്നാൽ 2 തൊട്ട് 14 വരെയും ഗൗരീശങ്കരവും ഗണേശമുഖിയും ചേർന്നതിനാണ് നമ്മൾ സിദ്ധമാല എന്ന് പറയുന്നത്. സിദ്ധമാല ധരിക്കാൻ കഴിവുള്ള ആൾക്കാർ അത് ധരിക്കട്ടെ. ഒറ്റയടിക്ക് സിദ്ധമാല ധരിക്കാൻ പറ്റാത്ത ആൾക്കാർ അത് ഇൻസ്ട്രുമെൻ്റായിട്ട് വാങ്ങിച്ച് ധരിക്കുന്നുണ്ട്. ധാരാളം പേര് അതിലേക്ക് ആഡ് ചെയ്ത് 1, 2, 4 വർഷം കൊണ്ട് സിദ്ധമാല എത്തി. 30ൻ്റെ കണക്ക് എന്താണ്? ഇല്ല, 30ന് കണക്കില്ല. ഇതിൽ ഒരു രസം ഇപ്പോൾ നമുക്ക് ഈ എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് മതത്തിൽ നിന്നാണ് അനുസരിച്ചിട്ട് പറയാം സംഖ്യ എന്ന്. നിങ്ങൾ ഏത് മതത്തിലാണ്? നീ ഈ 9 എന്നുള്ള സംഖ്യയും പിടിച്ചുകൊണ്ട് വരാൻ എന്താ കാരണം? 3 എന്നുള്ള സംഖ്യ പിടിച്ചുകൊണ്ട് വരാൻ എന്താ കാരണം? അതൊക്കെ ന്യൂമറോളജിക്കലി നമുക്ക് വന്നു പെട്ടേക്കുന്ന കാര്യങ്ങളാണ്. പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞിട്ട് 9നെ പറയണതുകൊണ്ടാവാം ഒരു പക്ഷേ ആ 9 എന്നുള്ള ക്രമം വരാൻ വേണ്ടി ആൾക്കാർ 18 എണ്ണം കൊണ്ടാവാം, 27 എണ്ണം കൊണ്ടാവാം, 36ൻ്റെയും 54ൻ്റെയും 45ൻ്റെയും ഒക്കെ സംഖ്യ പറയണില്ലേ, 108ൻ്റെ സംഖ്യ പറയണതും ഇത് ഈ 9 കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ബലം പിടുത്തം എല്ലാവർക്കും ആവശ്യമില്ല. നമ്മളിവിടെ കൊടുക്കുന്നത് നെഞ്ചിൻ്റെ മധ്യത്തിൽ സൂര്യചക്ര എന്ന് പറയുന്ന ഭാഗത്ത് അല്ലെങ്കിൽ അനാഹത ചക്രത്തിൻ്റെ താഴെ രുദ്രാക്ഷത്തിൻ്റെ മേരു നിൽക്കുന്ന അത്രയും നീളം കൊടുത്താൽ ആ മാല കഴുത്തിലൂടെ തലയിലൂടെ ഊരാൻ എളുപ്പമായിരിക്കും. ഈ നീളം മാത്രമേ നോക്കുന്നുള്ളൂ, ഇരട്ട സംഖ്യയിൽ നിർത്തും. തലയും വാലും ചേർത്ത് വരുമ്പോൾ ഇരട്ട സംഖ്യയിൽ നിർത്തും. ഒരു മേരും ഉണ്ടാവും. നീളമാണ് നമ്മൾ നോക്കുന്നുള്ളൂ, സംഖ്യ നോക്കേണ്ട. കാരണം എല്ലാത്തിൻ്റെയും കോപ്പിയാണെന്ന് വിചാരിച്ചാൽ പോലും സ്കന്ദപുരാണത്തിൽ എഴുതിയ പോലെ അല്ല സംഖ്യകൾ ദേവി ഭാഗവത്തിൽ എഴുതിയേക്കണേ. ഈ സംഖ്യയ്ക്ക് വ്യത്യാസമുണ്ട്. സ്കന്ധത്തിൽ ധരിക്കേണ്ടത് 16 എണ്ണമാണ്, മണിബന്ധത്തിൽ 12 എണ്ണമാണ് എന്നൊക്കെ പറഞ്ഞ് സംഖ്യ പറയുമ്പോഴും നെല്ലിക്കയുടെ മുഴുപ്പുള്ളത് 12 എണ്ണം കൊണ്ട് എൻ്റെ ഈ ചെറിയ കയ്യിലേക്ക് പോയിട്ട് ഒരു പ്രയോജനമില്ല. അതെനിക്ക് തോളിക്കൊല്ലില്ല, എൻ്റെ അരയിൽ കിടക്കും ചിലപ്പോൾ. അത്രയും വണ്ണ എൻ്റെ കയ്യിനുള്ളൂ. അപ്പോൾ സംഖ്യ നിലനിൽക്കുന്നില്ല എന്ന് കണ്ടു. സംഖ്യയെ പറ്റി ചിന്തിക്കേണ്ട. 12 മുഖ രുദ്രാക്ഷം ആവറേജ് എത്ര വിലയൊക്കെ വരും ഇതിന്? 12 മുഖ രുദ്രാക്ഷം നമുക്കൊരു 14 mm തൊട്ട് 30-32 mm വരെയുള്ള സൈസിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൽ ആ 14 mm ഉള്ള സാധനത്തിൻ്റെ ഓറ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 അടി വരെയൊക്കെ ഓറ കിട്ടുള്ളൂ. അത് നമ്മൾ ധരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാമാന്യം 8 അടി ഓറയുള്ള ഒരു മനുഷ്യൻ അത് ധരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിന് ഉള്ളിൽ നിൽക്കാനുള്ള ഓറയുള്ളൂ, അതിന് പ്രയോജനം ചെയ്യണില്ല. അയാളുടെ ശരീരം മുഴുവൻ വെളിയിലാണ്. അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിനെങ്ങനെയാണ് പറ്റുക? അപ്പോൾ അയാളുടെ ഓറയുടെ വെളിയിൽ നിൽക്കുന്നതും ഇനിയും എക്സ്പാൻഡഡ് ആയിട്ടുള്ളതും ഒരു 24 mm ഒക്കെ ഉള്ള സാധനത്തിന് ഒരു 8-10 അടിക്ക് മുകളിൽ നമുക്ക് എനർജി കാണാൻ പറ്റും, ഓറ കാണാൻ പറ്റും. 30 mm സൈസിലുള്ള ഒരു രുദ്രാക്ഷത്തിൻ്റെ 12 മുഖത്തിൻ്റെ ഓറ നോക്കി പോകുമ്പോൾ നമുക്കൊരു 20-25 അടിയൊക്കെ ഓറ കിട്ടും. അപ്പോൾ 8 അടി ഓറയുള്ള ഒരാൾ 25 അടി ഓറയുള്ള ഒരു 12 മുഖ രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഓറ വിസ്തരിച്ച് 25 അടി ഓറയുള്ളതായിട്ട് മാറും. അയാളിലേക്ക് കളക്ട് ചെയ്യുന്ന കോസ്മിക് എനർജി, നക്ഷത്രങ്ങളുടെയോ ഗ്രഹങ്ങളുടെയോ ശക്തി, പഞ്ചഭൂതങ്ങളുടെ ശക്തിയൊക്കെ വളരെയധികം കൂടുതൽ കിട്ടും. അത് പെനട്രേറ്റ് ചെയ്ത് അയാളിലേക്ക് വന്നിറങ്ങിയിട്ട് അയാളുടെ എല്ലാ സാമർത്ഥ്യ ശക്തിയും വർദ്ധിക്കും. ഇതാണ് രുദ്രാക്ഷം ധരിക്കുമ്പോൾ ശരീരത്തിലുണ്ടാവുന്ന മാറ്റം. ഈ മാറ്റം എല്ലാ രുദ്രാക്ഷങ്ങൾക്കും കോമൺ ആണോ? ഓൾമോസ്റ്റ് ഈ ഓറ എന്ന നിലയ്ക്ക് എടുത്തു വെച്ച് നോക്കുമ്പോൾ അതതിൻ്റെ പവറിനനുസരിച്ച് എല്ലാ രുദ്രാക്ഷങ്ങൾക്കും കോമൺ ആണ്. ശരി. ഒന്ന് ഇപ്പോഴും നമ്മുടെ ഉത്തരത്തിലേക്ക് വന്നില്ല. അതായത് ഏകദേശം എന്താണ് ഇതിൻ്റെ ഒരു വില വരുന്നത്? 12 മുഖ രുദ്രാക്ഷം ഏകദേശം ഒരു വില
വെച്ചാൽ ഇത്ര തൊട്ട് ഇത്ര വരെ എന്ന് പറയാൻ പറ്റുന്ന റേഞ്ച്? അങ്ങനെ ഇപ്പോൾ നമ്മൾ കോസ്മോക്കിൽ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു വില വിളിച്ച് പറയണ പോലെ ആവണമെന്നില്ല. ഇത് കേൾക്കണ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഇതിന് വില. അല്ല, ഇപ്പോഴത്തെ കറണ്ട് 2026 2026 അതും സ്റ്റാൻഡേർഡായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വലിയ പരിപാടിയിൽ നിന്ന്, കേരളത്തിൽ നടന്ന വലിയ പരിപാടിയിൽ നിന്ന് 350 രൂപയ്ക്ക് വാങ്ങിച്ച 9 മുഖ രുദ്രാക്ഷത്തിനെ ഒരാൾ ഫോട്ടോ കാണിച്ചു. ആ 350 രൂപയ്ക്ക് ഒരു കാരണവശാലും അത്തരം കായകൾ മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് കാരണം എന്തായിരിക്കും എന്ന് തേടി പോയി കഴിഞ്ഞാൽ അത് പഴകിയ കായായിരിക്കും. അതിൻ്റെ ഉള്ളിലെ വിത്ത് പോയിട്ടുണ്ട്. വിത്തെല്ലാം പോയതും പഴയ എവിടെയെങ്കിലുമൊക്കെ പണ്ടേ കാലത്തെ സ്റ്റോക്ക് ഇരുന്നത് എല്ലാം കൂടി തൂത്ത് പെറുക്കി കൊണ്ടുവന്നിട്ട് കുറഞ്ഞ വിലയ്ക്ക് വിറ്റുപോയി. അത് ഫ്രഷ് ആയിട്ടുള്ള ഒരു പീസ് എടുത്ത് വെച്ച് ആ 350 രൂപയുടെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിന് എങ്ങനെയും ഒരു 14,000 16,000 രൂപ വരും. 350 നിന്ന് 16,000 വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ കമേഴ്സ്യലി നോക്കുമ്പോൾ നമ്മൾ സോഴ്സ് ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ച് മാറ്റം വരും. നമുക്ക് കിട്ടിയ തന്ന ആൾ എത്ര കൈമറിഞ്ഞ് തന്നതാണെന്നുള്ളത് ഓരോ കച്ചവടക്കാരനെയും സംബന്ധിച്ച് അതിന് മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് സ്റ്റേബിളായിട്ട് നമ്മൾ പറയുന്നത് കോസ്മോക്കയുടെ ഒരു വിലയുടെ മാത്രം വിഷയത്തിലല്ല, ഇവിടെ വിൽക്കുന്ന, കേരളത്തിൽ വിൽക്കുന്ന എല്ലാ രുദ്രാക്ഷ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കും ഈ ഉത്തരം കോമൺ ആയിട്ട് വരണ്ടേ? നമുക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരാൾ രുദ്രാക്ഷ ഇടാൻ ആഗ്രഹിച്ചാൽ അയാൾ നന്നായിട്ടൊരു കൺസൾട്ടേഷൻ എടുത്തിട്ട് വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടിയൊക്കെ നല്ലത്. പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അയാൾക്ക് എത്ര വേണമെങ്കിലും ധരിക്കാം, ഏത് വേണമെങ്കിലും ധരിക്കാം. ഇന്നലെ ഒരു അമ്മയ്ക്ക് വേണ്ടി ഒരാൾ വന്നു. അമ്മയ്ക്ക് ഗണേശമുഖിയും 3 മുഖവും 8 മുഖവും ചേർന്ന കോമ്പിനേഷൻ കണ്ടു. എന്തുകൊണ്ടാണെന്ന് എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് എൻ്റെ തോന്നലിൽ വന്നതാണ്. അതാണ് അമ്മയ്ക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ കഷ്ടപ്പെടുന്ന ഒരു അമ്മയാണ്. അവരുടെ മക്കളെല്ലാവരും വളരെ ആകാംക്ഷയിലാണ്. അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിനെതിരെ ആരൊക്കെയോ ചില മാരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർക്കൊരു ധാരണ. പക്ഷേ നമ്മളുടെ നോട്ടത്തിൽ ഇത് ആർക്കും, ഇവരും രണ്ടുപേരുടെ കാര്യങ്ങൾ നോക്കി, അമ്മയുടെയും മകൻ്റെയും കാര്യങ്ങൾ നോക്കിയാൽ ഇങ്ങനത്തെ ഒന്നും കാണുന്നില്ല. ശത്രുദോഷം ഉണ്ടെന്ന് പറയാവുന്ന ഒരു എനർജി കാണിക്കണില്ല. അവർ പറയണു അമ്മയ്ക്ക് ആ ഗണേശമുഖി മാറ്റിയിട്ട് അവിടെ 10 മുഖം വെച്ച് തരാമോ എന്ന്. ഞാൻ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഗണേശമുഖി രുദ്രാക്ഷം ഞാൻ 4,000 രൂപയാണ് ചാർജ് ചെയ്തേക്കണേ. നിങ്ങൾ 10 മുഖം വേണമെന്ന് ആവശ്യപ്പെട്ട് നിർബന്ധം പിടിച്ചാൽ എനിക്കിപ്പോൾ ഉടനെ ഉറപ്പായിട്ട് 20,000 രൂപ കിട്ടും. അതെനിക്ക് എൻ്റെ വിഷയം അതല്ല. എനിക്ക് നിങ്ങളുടെ പൈസ മേടിച്ചെടുക്കലല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും നിർബന്ധിച്ചവരോട് ഗണേശമുഖി തന്നെയാണ് അമ്മയ്ക്കിപ്പോൾ വേണ്ടു. 10 മുഖം വേണ്ട ഒരു ദിവസം വരികയാണെങ്കിൽ അന്നേരം നമുക്ക് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്തുനിന്ന് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ വേണം.